ഹായ് എവ്രി വൺ. ഓണം എക്സാമിന് ടൈം ടേബിൾ വന്നല്ലേ? അപ്പോൾ ഓഗസ്റ്റ് 2ാമത്തെ ആഴ്ചയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. ഹിന്ദിയുടെ എക്സാമിന്റെ സിലബസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ, എക്സ്ട്രാ ആയിട്ട് ഞാൻ എന്തൊക്കെ പഠിക്കണം എന്ന ഒരുപാട് ഡൗട്ട്സ് ആണ് കുട്ടികൾക്ക് അല്ലേ? അപ്പോൾ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ 2 യൂണിറ്റുകളാണ് ഈ ഓണപ്പരീക്ഷയ്ക്ക് നമുക്കുള്ളത്. ഹരിയാലി കി ചാവ്, അതുപോലെ തന്നെ GA ജീബർ എന്ന ഈ 2 യൂണിറ്റുകൾ. ഈ 2 യൂണിറ്റുകളിലായി നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഏതായിരുന്നു? GA ജീബർ എന്നുള്ളതാണ്. അപ്പോൾ ആ യൂണിറ്റിലെ ഝട്പട്ട് ഓർ നട്കട്ട്, ബഹുത് ദിനോं के बाद, ഭൂട്ടി കാക്കി ഈ 3 ചാപ്റ്ററുകളും 2ാമത്തെ യൂണിറ്റ് ആയ ഹരിയാലി കി ചാവുമേം എന്ന യൂണിറ്റിലെ ഘർ, അതുപോലെ തന്നെ ഫൂൽ എന്ന കവിത. ഇതാണ് നമ്മുടെ ഓണ എക്സാമിന്റെ നമ്മുടെ സിലബസ്. ഇത് കൂടാതെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഡിസ്കോഴ്സുകൾ കൂടെ പഠിക്കണം. എന്താണ് ഡിസ്കോഴ്സ്? അതെ, പുതിയ എഴുത്ത് രീതികൾ, അതായത് ഡയറി, പത്ര, പട്കഥ, അതുപോലെ തന്നെ പോസ്റ്റർ തുടങ്ങിയ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എഴുത്ത് രീതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിന്റെയൊക്കെ ഫോർമാറ്റുകൾ പഠിച്ച് ഓരോ ചാപ്റ്ററിന്റെയും ബേസിൽ അതിന്റെ ആ ചാപ്റ്ററിന്റെ കണ്ടന്റുകൾ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് 4 മാർക്കിന്റെ, അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാർക്ക് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പൊ ആ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.